സാഹസികതയുടെ എലമെൻ്റ് ഉണ്ടല്ലോ. കാരണം ഈ റോഷിപാൽ എന്താണ്, റോഷിപാലിനെ ഈ നടിയെ ആക്രമിച്ച കേസിൽ റോഷിപാലിൻ്റെ നിലപാടെന്താണെന്ന് കൃത്യമായി അറിയുന്ന ഒരാളാണല്ലോ ഈ പൾസർ സുനി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പൾസർ സുനിയെ പോലെ ഒരാളെ അത്തരത്തിലൊരു മുഖാമുഖത്തിന് തയ്യാറാക്കി എടുക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു സാഹസികമായിട്ടൊരു ദൗത്യമാണല്ലോ. അതെങ്ങനെയാണ് പൾസർ സുനിക്ക് അങ്ങനെ റോഷിപാലിനോട് ഉള്ളു തുറന്ന് സംസാരിച്ചേക്കാൻ തോന്നിക്കണ ഒരു അവസ്ഥയായിട്ട് എത്തിച്ച ഒരു സാഹചര്യം? ഞാൻ പൾസർ സുനിയുടെ മൊബൈൽ നമ്പർ എനിക്ക് തന്ന ഒരാൾ ആ പൾസർ സുനിയുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് വാട്സപ്പിൽ വിളിക്കാൻ അനുവാദം തന്നത്. പൾസർ സുനി പറഞ്ഞു നമ്പർ കൊടുക്കാൻ. ഞാൻ ആദ്യം സംസാരിച്ചു. അങ്ങനെ ദീർഘമായല്ല, ഹ്രസ്വമായ സംഭാഷണം. അതിൽ കാര്യങ്ങൾ പതുക്കെ സംസാരിച്ചു പോകുമ്പോൾ പൾസർ സുനി നന്നായി പുസ്തകം ജയിലിൽ നിന്ന് വായിക്കുന്നുണ്ട് എന്നും എഴുതുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങി. അപ്പം പൾസർ സുനി വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ പൾസർ സുനിയുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള ശ്രമം നടത്തിയത്. എൻ്റെ ഉദ്ദേശം സത്യസന്ധമായി പറയാം, എൻ്റെ ഒരു പുസ്തകം എഴുത്തിൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട പുസ്തകം എഴുത്തിൽ പൾസർ സുനിയുടെ സഹായം വേണം. അതിൽ ആ കാര്യങ്ങളൊന്ന് പറയണം, ഞാനത് എഴുതിയെടുത്തോളാം, നിർബന്ധമാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം സംഭവിച്ചില്ല. തുടർച്ചയായ ദിവസങ്ങൾ നാളെ കാണാം, മറ്റന്നാൾ കാണാം, അങ്ങനെ പലപ്പോഴായി കേസ് കഴിയട്ടെ, അതല്ല എന്ന് പറഞ്ഞ് സംസാരം ദീർഘനാളായി നടന്നപ്പോൾ ഒടുവിൽ സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്നു. പൾസർ സുനി ആദ്യം പറഞ്ഞത് വീട്ടിലാണ്, പിന്നീട് മറ്റൊരിടം പറഞ്ഞു, മറ്റൊരിടം, അങ്ങനെ മൂന്നാമത്തെ ഇടത്താണ് എത്തുന്നത്. ഒരു വലിയ അവിടെ ആരുമില്ലാത്തൊരു ഇടമാണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്താണ് എത്തിച്ചത്. പെരുമ്പാവൂരിലാണ്. അവിടെ നിന്ന് ഈ സംസാരിക്കുന്ന സ്ഥലത്തേക്ക്. പക്ഷെ എളുപ്പമായിരുന്നില്ല എത്തിക്കാൻ. പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോഴും പൾസർ സുനിക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ നിങ്ങൾ ഇത് പകർത്തുന്നില്ല എന്ന ഉറപ്പിൽ നിങ്ങളെ എനിക്ക് പരിചയപ്പെടുത്തിയ ആളുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചപ്പോൾ ആദ്യ ഘട്ടത്തിൽ സംസാരിച്ച് ഏതാണ്ട് 2-3 മണിക്കൂർ, എനിക്ക് കൃത്യമായി ഓർത്തെടുക്കാൻ അറിയില്ല, മുഴുവൻ ഞങ്ങൾ 2 ഡിവൈസുകളിൽ പകർത്തുന്നു. ദൃശ്യങ്ങൾ കൃത്യമല്ല, കാരണം പൾസർ സുനിയുടെ ശ്രദ്ധ തെറ്റുമ്പോൾ, കാരണം പൾസർ സുനി പലപ്പോഴും സംസാരിക്കുന്ന ഏതെങ്കിലും വിദൂരതയിൽ നോക്കി അല്ലെങ്കിൽ നിരത്ത് നോക്കിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്, പൂർണ്ണമായി സംസാരിക്കുന്നില്ല. പിന്നീട് നിരാശനായി, കൂടുതൽ കണ്ടന്റ് ഇല്ല, നിരാശനായി തിരിച്ച് ഞങ്ങളുടെ വാഹനത്തിലേക്ക് കയറുമ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ച ഏതാണ്ട് 10-80 പേജ് ഞാൻ പുസ്തകത്തിന് വേണ്ടി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പൾസർ സുനിക്ക് പ്രധാന ഭാഗങ്ങൾ കാണിച്ചു. അപ്പോൾ എൻ്റെ ഉദ്ദേശം പൾസർ സുനിക്ക് ബോധ്യമാകുന്നു, മറ്റൊരു ഉദ്ദേശമല്ല. കാരണം റിപ്പോർട്ടറിൻ്റെ വാഹനത്തിലല്ല ഞാൻ പോയത്, ക്യാമറയില്ല, ഒന്നും കയ്യില്ല, പെന്നും ഒരു ഡയറിയും മാത്രമാണ്. അതുകൊണ്ടാകാം പൾസർ സുനി തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇരിക്കണം, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഞാൻ എഴുതി വെച്ച ചില കാര്യങ്ങൾ പുള്ളിക്ക് എതിർപ്പുണ്ട്, അതല്ല ഉള്ള കാര്യങ്ങളുണ്ട്, പുള്ളിയുടെ വാദം വേറൊരു വെർഷൻ ഉണ്ടായിരുന്നു. അതെ. അങ്ങനെ ആത്മവിശ്വാസത്തോടെ പിരിഞ്ഞു. ഈ കാര്യങ്ങൾ നമ്മുടെ മാനേജിങ് എഡിറ്റർ ആൻഡ്രൂ അഗസ്റ്റിൻ, അദ്ദേഹത്തെ മാത്രം ഞാൻ ധരിപ്പിച്ച് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് പോയി. പിന്നീട് വീണ്ടും വിളിച്ച് ദിവസങ്ങളോളമാണ് ദിപിൻ മടുത്തു പോകുന്ന രീതിയിലാണ്. കാരണം ലക്ഷ്യം എല്ലാം പുറത്തെത്തിക്കണമെന്ന്. അങ്ങനെയാണ് പൾസർ സുനി അവസാനം വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം. ഈ ആദ്യം പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പറഞ്ഞ ഈ ഫെൻസിങ്ങും മറ്റേ ഒരു സൈഡിൽ പുഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം പോയി ഈ 2 മണിക്കൂർ സംസാരിക്കുന്ന സ്ഥലമാണ്. പിന്നെ രണ്ടാമത് ഒന്നോടെ പോയി. രണ്ടാമത് കാണുമ്പോഴത്തേക്ക് പൾസർ സുനിക്ക് എന്നിൽ കൂടുതൽ വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസ്യത എന്ന് വെച്ചാൽ ഞാൻ പൾസർ സുനിയെ ചതിക്കില്ല. ചതി എന്ന് വെച്ചാൽ പൾസർ സുനി ഉദ്ദേശിക്കുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് റെക്കോർഡ് ചെയ്ത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ വന്നാൽ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ, നിലവിലുള്ള ജാമ്യം റദ്ദാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായിരിക്കാം പൾസർ സുനി ഭയപ്പെടുന്നത്. മാധ്യമങ്ങളോട് പക്ഷേ ആളുകൾ അറിയുകയും ചെയ്യണം. അല്ല, അത് കുഴപ്പമില്ല. ഈ അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞിട്ട് പൾസർ സുനി പറയുന്നുണ്ട്, വിധി വന്നതിന് ശേഷം മാത്രമേ പുസ്തകം ഇറക്കാൻ പാടുള്ളൂ, അത് അവസാനമാണ്, എല്ലാം കഴിഞ്ഞിട്ട്. രണ്ടാമതും പൾസർ സുനിയൻ ഇതേപോലെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് അവിടെ വരാൻ പറയുന്നു, മാറ്റി പറയുന്നു. ഞാൻ 2 ദിവസം കൊച്ചിയിൽ ക്യാമ്പ് ചെയ്തു. ആദ്യ ദിവസം നടന്നില്ല, രണ്ടാമത്തെ ദിവസം രാവിലെ പറഞ്ഞു, ഉച്ചക്ക് പറഞ്ഞു, വൈകിട്ടാണ്, ഏതാണ് 4 മണിയോടടുത്താണ് കാണുന്നത്. അവിടെ കണ്ടു, സംസാരിച്ചു, പല കാര്യങ്ങളും പറഞ്ഞു. എല്ലാം പറഞ്ഞില്ല, പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. പരമാവധി നമ്മൾ പകർത്തി. ചില ഘട്ടങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ ഡിവൈസ് കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ശബ്ദം അത് കൃത്യമല്ല. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്ന സമയത്തും അത് ഓഡിയോ റെക്കോർഡ് കൃത്യമായിരുന്നില്ല. എന്നാലും കുറേ കാര്യങ്ങൾ പറഞ്ഞു. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് പൾസർ സുനി. പക്ഷെ അത് പുറം ലോകത്തെത്തിക്കുകയാണ്. അത് വലിയ ഉത്തരവാദിത്തമാണ്. പൊതുസമൂഹം 2 തരത്തിൽ ചിന്തിച്ചു. അതിൽ ദിലീപ് 8ാം പ്രതി നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട്, ദിലീപ് കുറ്റവാളിയാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു സമൂഹമുണ്ട്. അപ്പം സ്വാഭാവികമായും എന്താണ് സത്യമെന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം. കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്ന് പറയുന്നു, എത്ര പണം നൽകി, എന്തൊക്കെ നടന്നു, എല്ലാം പറയുന്നുണ്ട്. പോലീസ് ആദ്യഘട്ടത്തിൽ
ഈ സംഭവം കേസ് പോലീസിന് മുന്നിലെത്തിയപ്പോൾ പോലും സെറ്റിൽമെൻറ്റിന് സമയമുണ്ടായിരുന്നു. അത് ദിലീപ് ചെയ്തില്ല. അഭിഭാഷകരുടെ പ്രേരണയാൽ കേസുമായി മുന്നോട്ട് പോകാമെന്ന് ദിലീപ് തീരുമാനമെടുത്തു. അതാണ് കുരുക്കായതെന്നൊക്കെ പൾസർ സുനി പറയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഇതൊരു ഒരു തെളിവ് എന്നുള്ള രീതിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ കോടതിയുടെ പരിഗണനയിലൊക്കെ അന്വേഷണത്തിൻ്റെ മുമ്പിട്ട് വന്നിരുന്നോ? നമ്മൾ ഈ പൾസർ സുനിയായിട്ട് നടത്തിയ അഭിമുഖം ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു തെളിവ് എന്നുള്ള രീതിക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ എത്തിയതാണ്, പ്രോസിക്യൂഷന് മുന്നിലുമുണ്ട്. അതിനപ്പുറത്തേക്ക് കോടതി ട്രയലിലും പറഞ്ഞതാണ് അത് ഈ കാര്യങ്ങൾ അവിടെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതൊരു തെളിവായി എടുത്ത് വിചാരണ ചെയ്ത് മുന്നോട്ട് പോകാൻ പ്രോസിക്യൂഷൻ തയ്യാറായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കോടതിയിൽ വിചാരണ നടപടികൾ ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഇത് വരുന്നത്. പിന്നീട് വീണ്ടും ഒരു ട്രയലിലേക്ക് പോകുന്നത് അത്ര ഗുണകരമാകില്ല. അല്ല, നമ്മളോട് ഈ പറഞ്ഞ വിവരങ്ങൾ, അതായത് നമുക്കിപ്പോൾ നമ്മളോട് പൾസർ സുനി സംസാരിക്കുമ്പോൾ പറഞ്ഞ വിവരങ്ങളെല്ലാം പൾസർ സുനി ഒരു ഘട്ടത്തിൽ കോടതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് കോടതിയുടെ മുമ്പിലുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് വീണ്ടും അത് കോടതിയിലേക്ക് കൊണ്ടുവരേണ്ടതോ പൾസർ സുനിയോ അല്ലെങ്കിൽ എന്നെയോ വിസ്തരിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നീട് പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കുന്ന കാര്യത്തിൽ വേണമെങ്കിൽ പ്രോസിക്യൂഷൻ സമീപിക്കാമായിരുന്നു. പക്ഷേ അത് ഒളിക്യാമറ എന്ന നിലയിൽ എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഒരുപക്ഷെ പൾസർ സുനിക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടായേക്കാം. എനിക്കറിയില്ല അതിൻ്റെ കാര്യങ്ങൾ. പക്ഷെ എന്നാൽ പോലും അതൊരു ഗൗരവമുള്ള വിഷയമാണ്. പൾസർ സുനി അത് സംപ്രേഷണം ചെയ്തതിന് ശേഷം പൾസർ സുനിയെ എനിക്ക് പരിചയപ്പെടുത്തിയ ആളുടെ ഭാഗത്ത് വലിയ ഭീഷണി ഉണ്ടായിരുന്നു. പൾസർ സുനി എനിക്ക് കൃത്യമായി അന്ന് നൽകിയ മുന്നറിയിപ്പുണ്ട്. അവരുടെ ഈ ഗുണ്ടകളും ക്രിമിനലുകളും അവർ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് വിശ്വാസ്യതയാണ്. വിശ്വാസ്യത നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് സൗഹൃദമില്ല, അവിടെ ഒരു സന്ധിയില്ല. അവിടെ വിശ്വാസം നഷ്ടപ്പെടുന്ന ആളെ തീർക്കുക എന്നതാണ് സ്വാഭാവികമായും ഈ ഗുണ്ട വിഭാഗത്തിലെ ഒരു നിയമം, അലിഖിത നിയമമാണത്. ഒറ്റ വാക്കിലായിരുന്നു പൾസർ സുനി എനിക്ക് ഇത് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ, ഇനി എന്നെ വിളിക്കില്ലല്ലോ അല്ലേ എന്ന് മാത്രമായിരുന്നു എനിക്ക് മറുപടി. പൾസർ സുനി അതെ, ഒരു സന്ദേശം. അത് പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഞാൻ പൾസർ സുനിയെ അങ്ങോട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുമില്ല. പൾസർ സുനിയെ എനിക്ക് പരിചയപ്പെടുത്താൻ രൂക്ഷമായ ഭാഷയിലൊക്കെ പ്രതികരിച്ചു. അദ്ദേഹവും ഞാൻ പിന്നീട് പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ല.